എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. എല്ലാ വർഷവും ജൂൺ 12-ന് ആചരിക്കുന്ന ഈ ദിനം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ ബാല്യവും വിദ്യാഭ്യാസവും സുരക്ഷിതവും ആരോഗ്യകരവുമായ ജീവിതത്തിനുള്ള അടിസ്ഥാനപരമായ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു എന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. ബാലവേലയുടെ എല്ലാ രൂപങ്ങളും ഇല്ലാതാക്കുന്നതിന് അവബോധം വളർത്താനും അതിനെതിരെ പ്രവർത്തിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഒരു ദിനം കൂടിയാണിത്. നമ്മുടെ ഈ പ്രയത്നങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ അസംബ്ലി ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ സ്കൂൾ ഗായക സംഘത്തെ പുസ്തകത്തിൽ നിന്നുള്ള വായന 121-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. ദൈവവചനമാണ് നാം ശ്രമിക്കുന്നത്. ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള അവസരങ്ങൾ നമുക്ക് മുന്നിൽ വരുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ നയിക്കാനും ഇന്നത്തെ ദിവസത്തിനൊരു നല്ല തുടക്കം നൽകാനും സഹായിക്കുന്ന ഒരു മനോഹരമായ ചിന്ത ഇവിടെ പങ്കുവെക്കാനായി തൻവി ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ വിഷയം ലോകത്തിന്റെ ഭാവി കുട്ടികളിലാണ്. എന്നാൽ അതിന് അവരെ ഇന്ന് കുട്ടികളായി ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തിന്റെ ഭാവി കുട്ടികളിലാണ്. എന്നാൽ അതിന് അവരെ ഇന്ന് കുട്ടികളായി ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. നന്ദി. സന്ദേശത്തിന് നന്ദി. അകാലത്തിൽ നഷ്ടപ്പെട്ട ബാല്യങ്ങളുടെ നിശബ്ദമായ പോരാട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ വികാരങ്ങൾ ഒരു ചെറു നാടകത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ഇത് സ്വപ്നത്തിന്റെയും പ്രതീക്ഷയുടെയും ഒപ്പം അനേകം കുട്ടികൾ നേരിടുന്ന കഠിന യാഥാർത്ഥ്യത്തിന്റെയും കഥയാണ്. ഈ ചെറുനാടകം അവതരിപ്പിക്കുന്നതിനായി എന്റെ കൊച്ചുകൂട്ടുകാരെ ക്ഷണിക്കുന്നു. ബാല്യം തേടുന്ന കളികൾ. നിറഞ്ഞ ഈ ലോകത്ത് മറ്റൊരു തരം അടക്കപ്പറച്ചിലുകളുണ്ട്. കളിച്ചും ചിരിച്ചും സ്കൂൾ മണികളുടെ ശബ്ദം കേട്ടും കഴിയേണ്ട ദിനങ്ങളില്ലാതെ തീരാത്ത ജോലികളിൽ മുഴുകിയിരിക്കുന്ന കുരുന്നുകളുടെ മന്ത്രണങ്ങൾ. ഇത് മായയുടെയും സുനിലിന്റെയും കഥയാണ്. മറ്റൊരു പ്രഭാതം കൂടി. സുനിൽ, സൂര്യനുദിച്ചു. പക്ഷേ എൻ്റെ ശരീരം വല്ലാതെ ഭാരം തോന്നുന്നു. എനിക്കും മായ. സ്കൂൾ മണി ഇപ്പോൾ കേട്ടു. വലിയ കഥാപുസ്തകങ്ങൾ വായിക്കാൻ പഠിക്കണമെന്ന് നമ്മൾ സ്വപ്നം കണ്ടിരുന്നത് ഓർക്കുന്നില്ലേ? അതെ, എനിക്ക് എപ്പോഴും തിളക്കമുള്ള പൂക്കൾ വരയ്ക്കാനായിരുന്നു ആഗ്രഹം. വെറും പൊടി നിറഞ്ഞ നിറങ്ങൾ വൃത്തിയാക്കാനായിരുന്നില്ല. എൻ്റെ കൈകൾ അവ വല്ലാതെ വേദനിക്കുന്നു. ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ചിരിക്കുന്നത് കണ്ടു. അവരുടെ ചിരിക്ക് വല്ലാത്തൊരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ബാല്യം അങ്ങനെയാകാത്തത്? എനിക്കറിയില്ല സുനിൽ. ചിലപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോകും ആരെങ്കിലും
നമ്മളെ കാണണമെന്നും നമ്മുടെ ക്ഷീണിച്ച കണ്ണുകൾ, മുറിവേറ്റ കൈകൾ, മോഷ്ടിക്കപ്പെട്ട സ്വപ്നവും. മായ, സുനിൽ, നിങ്ങൾ എന്താണ് സ്കൂളിൽ വരാത്തത്? ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. ടീച്ചറെ, ഞങ്ങൾക്ക് ജോലി ചെയ്യണം, ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ. ഞങ്ങൾക്ക് സ്കൂളിൽ വരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ കൈകൾ പെൻസിലുകൾ പിടിക്കാനും പുതിയതുണ്ടാക്കാനും കളിക്കാനും വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ മനസ്സുകൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും വേണ്ടിയുള്ളതാണ്. ഒരു കുട്ടിയും സ്കൂളിൽ പോകേണ്ട സമയത്ത് ജോലി ചെയ്യേണ്ടി വരരുത്. ഇത് ശരിയായ രീതിയല്ല. നിങ്ങൾക്കറിയാമോ, ഒരു പ്രത്യേക ദിനമുണ്ട്, ലോക ബാലവേല വിരുദ്ധ ദിനം. ആ ദിനത്തിൽ ഓരോ കുട്ടിക്കും സുരക്ഷിതമായിരിക്കാനും വിദ്യാഭ്യാസം നേടാനും സന്തോഷമായിരിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് ലോകം മുഴുവൻ ഓർക്കുന്നു. നമ്മൾ ഒരു വഴി കണ്ടെത്തും. നിങ്ങൾക്ക് സ്കൂളിൽ വരാൻ നമ്മൾ ഒരു വഴി കണ്ടെത്തണം. നിങ്ങൾ അതിന് അർഹരാണ്. എല്ലാ കുട്ടികളും അതിന് അർഹരാണ്. ഒരു ചെറിയ പ്രതീക്ഷയും ഒരു നല്ല കൈയും കൊണ്ട് നഷ്ടപ്പെട്ട ബാല്യത്തിന്റെ മന്ത്രണങ്ങൾ സന്തോഷത്തിന്റെ ഗാനങ്ങളായി മാറും. ഓരോ കുട്ടിയുടെയും സ്വപ്നം വിലപ്പെട്ടതാണെന്നും അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ഈ നാടകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പഠിക്കാനും കളിക്കാനും കൊതിക്കുന്ന കുട്ടികളുടെ നിശബ്ദമായ തേങ്ങലുകൾ ഇത് ശരിക്കും നമുക്ക് മുന്നിൽ കൊണ്ടുവന്നു. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട ഗിരിജ മിസ്സിനെ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി ഫാദർ, നന്ദി മാം. ഇനി പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതിനായി ഇഫാനെയും തുടർന്ന് ദേശീയഗാനം ആലപിക്കുന്നതിനായി ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ജനങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്.